ഹലോ, ഹായ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായത് ഒരു ഹ്യൂജ് വോളറ്റൈൽ ഡേ തന്നെയായിരുന്നു. ഇനി നമ്മൾ വോളറ്റാലിറ്റി രാവിലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇൻഫോം ചെയ്ത് വോളറ്റാലിറ്റി ഇന്ന് എക്സ്പെക്ട് ചെയ്യണം. കാരണം അങ്ങനത്തെ ആയിരുന്നു അതിൻ്റെ കണ്ടീഷൻസ്. അത് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റിവേഴ്സ് കാര്യങ്ങൾ വന്നതും നമ്മുടെ സോൺ ഉണ്ടായി. പിന്നെ ഓൾ ടൈം ഹൈ നിഫ്റ്റി ആണെങ്കിൽ ഓൾ ടൈം ഹൈ എന്നും ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻട്രാഡേ ലെവൽ സോണിൽ നിന്നൊക്കെയാണ് റിവേഴ്സ് വന്നത്. അപ്പൊ ഈ ട്രേഡ് റിവേഴ്സ് വരാൻ നേരത്ത് അവിടുത്തെ ക്യാൻഡിൽ ഫോർമേഷൻസ് അറിഞ്ഞാൽ മീൻസ് പ്രൈസ് ആക്ഷൻസ് അറിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് റിജക്ഷൻ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അത്രയും വോളറ്റിലിറ്റി ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള ഡേയ്സ് വരാനുള്ള ചാൻസസ് ആണ് നമുക്ക് കൂടുതലും ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സോ അങ്ങനത്തെ നമ്മൾ പ്രൈസ് ആക്ഷനും കൂടി എല്ലാവരും കുറച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ വന്നിട്ട് നിങ്ങളിപ്പോൾ നല്ലൊരു റേഞ്ചിൽ നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതല്ല എങ്കിൽ കൃത്യമായ SL കൂടി ട്രേഡ്സിൽ കയറാനും നോക്കുക. ബിക്കോസ് നമുക്ക് നല്ല ഫോൾ വന്നാൽ പെട്ടെന്ന് ഫോളും വരാം, റിവേഴ്സ് വന്നാൽ അങ്ങനെ റിവേഴ്സും വരാം. അതാണ് വോളറ്റൈൽ ഡേയ്സിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ തന്നെയാണ്. പിന്നെ നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാനും നോക്കുക. അപ്പൊ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പ്രൈസ് ആക്ഷനിൽ എങ്ങനെയാണ് അതിന്റെ ചെറിയൊരു ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഡൗട്ട്സ് കാര്യങ്ങളുള്ളവർക്ക് DM ചെയ്യാം. ആൻഡ് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ വിശ്വസിക്കുകയാണ്. സോ എല്ലാവരും ആ കാര്യങ്ങളൊന്നും നോക്കുക. അപ്പൊ നമുക്കിന്ന് പ്രൈസ് ആക്ഷൻ നോക്കാം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വോളറ്റിലിറ്റി പറഞ്ഞു ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്തു എന്നും കൂടി പറഞ്ഞുതരാം. ബിക്കോസ് അതിന്റെ ഒരു റീസണും കൂടി പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാൽ സിമ്പിളായിട്ട് മാർക്കറ്റിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും. സോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. അതിൽ നമുക്ക് അനലൈസും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ 5 മിനിറ്റ്സ് ചാർട്ടാണ്. ഇപ്പൊ ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയത് ഓൾറെഡി ലാസ്റ്റ് ഡേയുടെ ഹൈയിലാണ്. ഇവിടെ ലാസ്റ്റ് ഡേയുടെ ഹൈന്റെ മേളിൽ ഓപ്പൺ ആയി നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ തന്നിട്ട് ഇവിടെ ഈ സപ്ലൈ സോണാണ് നമ്മുടെ മേളിൽ നിൽക്കുന്നത്. സപ്ലൈ സോണിന്റെ അവിടെ കംപ്ലീറ്റ്ലി ഇവിടെ നമുക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടില്ല. മീൻസ് നമുക്ക് നല്ലൊരു എന്താ പറയാ, നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. സോ ആ ബ്രേക്ക് ഔട്ട് തരാത്തപ്പോൾ നമ്മൾ അവിടെ ഒറ്റയടിക്ക് കയറിയിട്ട് കാര്യമില്ല. ബിക്കോസ് ആ സോണിന്റെ അവിടെയാണ് നമുക്ക് ലാസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത്. ലാസ്റ്റ് ക്യാൻഡിൽ നിന്ന് പിന്നെ നല്ലൊരു പെർഫെക്റ്റ് ക്യാൻഡിൽ അതിന്റെ മേളിലേക്ക് വന്നിട്ടുണ്ടായില്ല. അവിടെ കുറെ നേരം കൺസോൾട്ടേറ്റ് ചെയ്തു. എന്നാൽ താഴേക്കുള്ളത് സിഗ്നൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി മേളിലേക്ക് പയ്യെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു. 22,000 നല്ലൊരു കോൾ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബട്ട് എന്തായാലും അതിന്റെ മേളിലേക്ക് പിന്നെ സ്റ്റഡി ആയിട്ട് ഫോളോ ആയി. പിന്നെ റിജക്ഷൻ വന്നത് ശരിക്കും 22,100 22,100 വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നാം പറഞ്ഞുതരാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഇതൊരു സ്പിൻ ടോപ്പ്, അതായത് റിവേഴ്സ് ഹാമറിന്റെ റിവേഴ്സ് ക്യാൻഡിലാണ് ഇത് വരുന്നേക്കുന്നത്. അതെവിടെ വന്നേക്കുന്നത്? നല്ലൊരു ഗ്യാപ്പിൽ മീൻസ് നല്ലൊരു ഒരു ഫോളോയിങ്ങിൽ വന്നിട്ട് അവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിലും കൂടി വന്നു. ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ആ റിജക്ഷൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു കൺഫർമേഷൻ ക്യാൻഡിലും കൂടി തന്നെയാണ്. മീൻസ് അവിടെ നിന്ന് താഴേക്കുന്നുള്ള കൺഫർമേഷൻ ക്യാൻഡിൽ ഇവിടെ തന്നെയാണ്. അപ്പോ ഇനി ഒരു നിങ്ങൾ ബിയറിഷ് ട്രേഡ് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ എടുത്താൽ ഈ ഒരു ക്യാൻഡിൽ മീൻസ് അപ്പോൾ നമുക്ക് 2280 ആ ലെവൽസിൽ എടുത്താൽ 22,100 ഒരു 20 to 30 പോയിന്റ്സിന്റെ മേളിൽ നിങ്ങൾ SL വെച്ചാൽ, മാക്സിമം 30 പോയിന്റ്സ് SL വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 100+ പോയിന്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ സോണിന്റെ അവിടെ വരെയെങ്കിലും മീൻസ് അത് തന്നെ ഏകദേശം ഒരു 80 to 100 പോയിന്റ്സിന്റെ നിയർ ബൈ വരും. അപ്പോൾ 20, ബിക്കോസ് നമ്മൾ 2080 അല്ലെങ്കിൽ 2070 തന്നെ ഇരിക്കട്ടെ, 2070 എടുത്താലും 22,930 വരെ 940 വരെയൊക്കെ പോലെ മോർ ദാൻ 100 പോയിന്റ്സ് തന്നെ നമുക്ക് എന്തായാലും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സപ്ലൈ സോണിൽ നിന്നായിരിക്കും പിന്നെ നമുക്കൊരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ്.
അപ്പോൾ ഇവിടെ അതാണ് ആ പ്രൈസ് ആക്ഷൻ നോക്കേണ്ടത്. നമുക്ക് എവിടെയാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇതുപോലെ ഹാമർ സ്പിൻ ടൈപ്പ് ക്യാൻഡിലൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. ആ ക്യാൻഡിലിൽ നിന്ന് അവിടെ നമുക്ക് റിജക്ഷൻ വന്നു. ഈ റിജക്ഷൻ വന്നിട്ട് നമുക്ക് ഇതിന്റെ മേളിലൊരു ക്ലോസിങ് കിട്ടിയിട്ടില്ല. ഇനി ഈ ഒരു ക്യാൻഡിലിന്റെ മേളിലൊരു ക്ലോസിങ് കിട്ടിയ ക്യാൻഡിൽ വന്നാൽ നമുക്ക് എന്താക്കണം, നമുക്ക് ഒരു റിവേഴ്സ് ട്രേഡിലേക്ക് മീൻസ് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യണം. കാരണം ബിക്കോസ് നമുക്ക് താഴേക്ക് വന്നു, ഈ ഒരു ക്യാൻഡിലിന്റെ മേളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് നിസ്സാര SL ഇറങ്ങി പോവാം. ബിക്കോസ് നമുക്ക് ഓൺ കോസ്റ്റിലെ വേണമെങ്കിൽ അവിടെ പോവാം. മേ ബി ട്രേഡ് ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ടിലേക്കൊക്കെ വേണമെങ്കിൽ അവിടെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവിടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് സെറ്റ് ചെയ്താൽ ഇങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഫോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇനിയും വോളറ്റൈൽ ഡേയ്സ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് 21,800 എന്ന ലെവലാണ്. 21,800 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ബിക്കോസ് അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് നിഫ്റ്റി അവസാനിച്ചത്. സോ അപ്പൊ അതായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി റിജക്ഷൻ വന്നത്, ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഒരു സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് ടെറിട്ടറിയിലാണ് ബാങ്ക് നിഫ്റ്റി എന്നത്. നിഫ്റ്റി ആണെങ്കിൽ ചെറുതായിട്ട് ഒരു ബുള്ളിഷ്. അപ്പൊ അവിടെയും നമുക്ക് മീൻസ് എന്താ ഒരു വോളറ്റൈലിറ്റിക്ക് അവിടെയും ഒരു ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി മേളിലേക്ക് പോയി. ബാങ്ക് നിഫ്റ്റിയുടെയും റിജക്ഷൻ ക്യാൻഡിൽ കണ്ടില്ലേ. വൺസ് റിജക്ഷൻ ക്യാൻഡിൽ വന്നേക്കണമെങ്കിൽ രണ്ടും ഏകദേശം 11:40. നിഫ്റ്റിയുടെ നമുക്ക് ടൈം ഒന്ന് നോക്കാം. 11:40. അപ്പൊ റിജക്ഷൻ ക്യാൻഡിൽ സെയിം ആയിട്ട് നമുക്ക് രണ്ടിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കൺഫർമേഷൻ ശരിക്കും എടുക്കാം. ബിക്കോസ് നമുക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏതെങ്കിലും ഇൻഡൈസസിൽ നോക്കിയാൽ മീൻസ് ട്രേഡ് ഏതെങ്കിലും ഒരു ഇൻഡൈസസിൽ എടുത്താലും മതി. ബിക്കോസ് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഇതാണ്, മീൻസ് ഒരു പ്രൈസ് ആക്ഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. സെയിം ഇത് മീൻസ് സോൺ വിട്ടിട്ട് അത് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി സോൺ, പിന്നെ സോണിന് അവിടെ നിന്ന് കുറച്ചൊന്ന് സപ്പോർട്ടൊക്കെ എടുക്കാൻ നോക്കി. പിന്നെ അതിൽ നിന്ന് 46 എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് സ്ട്രാഡിലിന്റെ ഫോർമേഷനിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത്. അപ്പോൾ അതാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ അതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്ത് ചോദിക്കാം. നമുക്ക് കാര്യം ക്ലിയർ ചെയ്ത് തരാം. എങ്ങനെയാണ് നമുക്കൊരു റിവേഴ്സ് ട്രേഡ് എങ്ങനെയായിരിക്കും നമുക്ക് ഒരു വോളറ്റൈൽ മാർക്കറ്റിൽ എടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു റീസൺ എന്ന് പറയുന്നത് വോളറ്റൈലിറ്റി ആവും എന്ന് പറഞ്ഞത് നമ്മുടെ ചാനലിൽ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു, ഒരു 10 മണിക്ക് മുമ്പായിട്ട് തന്നെ പറഞ്ഞു, നിഫ്റ്റിയുടെ OI ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി മേളിലേക്ക് പോകും തോറും നിഫ്റ്റിയുടെ പുട്ട് ബിൽഡിങ് കുറവായിരുന്നു. പക്ഷെ അവിടെ കാണാൻ പറ്റും 2200 പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ 2200 പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. നിഫ്റ്റി മേളിലേക്ക് പോകുന്നതോറും പുട്ട് ബിൽഡിങ് താഴെ എന്നാ നല്ല രീതിയിൽ കോൾ ബിൽഡ് ചെയ്യണം അതിൽ മീൻസ് ചെയ്യുന്നുമില്ല. സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്താക്കുന്നത്, നമുക്ക് ഒരു വോളറ്റൈലിറ്റി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കാരണം. നമുക്ക് അതിനനുസരിച്ചുള്ള നല്ലൊരു ഇപ്പോൾ ഒരു ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു പുട്ട് ബിൽഡിങ് വേണം, അവിടെ കോൾ അൺവൈൻഡിങ് വേണം, എന്നാലേ നമുക്കൊരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അത് മാത്രമല്ല ഏത് സമയം വേണമെങ്കിലും റിവേഴ്സിനും ചാൻസസ് കൂടുതലാണ്. സോ അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമുക്ക് വോളറ്റൈലിറ്റിനെ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. മീൻസ് വോളറ്റൈലിറ്റി ഉണ്ടാകും എന്നല്ല, അപ്പോഴും വേണമെങ്കിൽ കൺസോൾട്ടേഷൻ ഒക്കെ പോവാം. പിന്നെ ക്യാൻഡിൽ വൈസും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഫോം ചെയ്ത് ട്രേഡ് ചെയ്താൽ, ക്യാൻഡിൽസിനെയും മനസ്സിലാക്കി കറക്റ്റ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇൻട്രാഡേ ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയും. സോ അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സ്റ്റിൽ വോളറ്റൈലിറ്റി ആയതുകൊണ്ട് അറ്റ് ദ മണിയിലൊക്കെ ശരിക്കും ഇൻട്രാക്ഷൻ കുറവാണ്. അപ്പൊ നമുക്ക് ലാർജസ്റ്റ് ഒരു പുട്ട് 22,000 ഇപ്പോഴും പുട്ട് ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമുക്ക് അൺവൈൻഡിങ് പുട്ട് ബിൽഡിംഗ് തന്നെയാണ്, കോൾ അൺവൈൻഡിങ് തന്നെയാണ് കാണുന്നത്. എനിവേ
നോക്കാം നമുക്ക്. സോറി, ഇത് നെക്സ്റ്റ് വീക്ക്. എന്നാലും നമുക്ക് പുട്ട് ബിൽഡിംഗ് അവിടെ ഉള്ളതുകൊണ്ട് മേ ബി വോളറ്റൈലിറ്റി കീപ്പ് മീൻസ് വോളറ്റൈലിറ്റിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുക. ബിക്കോസ് ഇവിടെയും കോൾ 21,800 കോൾ ഉണ്ട്, 22,200 22,000 നമുക്ക് പുട്ട് ബിൽഡിങ്ങും കൂടി വരുന്നുണ്ട്. അവിടെ കോളിനോടൊപ്പം തന്നെ പുട്ടും വരുന്നുണ്ട്. 21,900 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. സോ മൊത്തത്തിൽ ആ റേഞ്ച് 21,800 to 22,000 എന്നുള്ള റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റേഞ്ചിൽ നിന്നായിരിക്കും നമുക്കൊരു താഴേക്കെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്കെങ്കിൽ മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ആ 2 ലെവൽ മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. 2200 നമുക്കൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, 2700 അല്ല 21,800 ആണ് സപ്പോർട്ട്. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇത് നമ്മൾ സപ്പോർട്ട് ആക്കുകയാണ്. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് വരുന്ന ഒരു റിവേഴ്സാണ് നമ്മൾ എന്താക്കുന്നത്, നമുക്കൊരു ഒരു ട്രെൻഡ് റിവേഴ്സ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസസ് അധികമായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. സോ അപ്പോൾ ആ റേഞ്ച് നോക്കുക. 2200 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ പുട്ട് ബിൽഡിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും പുട്ട് ബിൽഡിംഗ് കയറി 21,900 പുട്ട് ബിൽഡിംഗ് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് പോകും എന്ന് വിചാരിക്കാം. ദെൻ അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ആയിരിക്കുന്നത്. സെയിം റേഞ്ച് തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നൽകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മീൻസ് മൺഡേ ആണ് നമുക്ക് അതറിയാൻ പറ്റുള്ളൂ. നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും ആ കാര്യങ്ങൾ വന്നാൽ. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് നമുക്ക് 46K എന്ന് പറയുന്നതാണ് ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു റേഞ്ച് വന്നത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി വോളറ്റൈലാണ്, ഏകദേശം 500+ പോയിന്റ്സിന്റെ മൂവാണ് ഒരു ഡേ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ബയേഴ്സ് ഒക്കെ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ OI ചാർട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും അറ്റ് 46 സ്ട്രാഡിലുണ്ട്. ദെൻ പുട്ട് കുറച്ചും കൂടി നമുക്ക് കോളിനെയും കാട്ടി കുറച്ച് കുറവാണ്. എന്നാൽ 46,500 കുറച്ച് പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ എന്താ പറയുക, നമുക്കൊരു കൺഫ്യൂസ്ഡ് ലെവൽസ് ആണ് ബാങ്ക് നിഫ്റ്റി തരുന്നത്. 46 ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ലെവൽസ് ഒക്കെ തന്നെ ഫോളോ ചെയ്ത് പോവാം. സ്ട്രാഡിൽ ഫോളോ ചെയ്യുക. താഴെ 45,500 സപ്പോർട്ടും മേളിൽ 46,500 റെസിസ്റ്റൻസും. സോ അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റി. നമുക്ക് സ്റ്റിൽ ആ 46,500 നമുക്ക് പുട്ട് ബിൽഡിംഗ് വരുന്ന മാതിരി തന്നെ 46 and 45,500 കോൾ ബിൽഡിങ്ങും വരുന്നുണ്ട്. പുട്ടിന്റെ ഒപ്പം തന്നെ കോൾ ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റി. സ്ട്രാഡിൽ 46 റെസിസ്റ്റൻസ് 46,500 വിത്ത് പുട്ടിന്റെ മീൻസ് പുട്ട് ബിൽഡിങ്ങും കൂടി ഉണ്ട്. താഴെയാണെങ്കിൽ 45,500 വിത്ത് കോൾ ബിൽഡിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലേക്കാണോ വരുന്നത് ആ റേഞ്ചിലും വേണമെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വോളറ്റൈലിറ്റി തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OI അനാലിസിസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റ നോക്കാൻ നേരത്ത് എങ്ങനെയുണ്ട് നോക്കാം. FIDA ഡാറ്റയിൽ നമുക്ക് FI ഫ്യൂച്ചേഴ്സ് ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ബൈ സൈഡിലേക്ക് വരുന്നു. സ്റ്റിൽ അവർ ഫ്രൈഡേയും മീഡിയം ബുള്ളിഷ് ആൻഡ് മീഡിയം ബുള്ളിഷിലേക്ക് തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് നമുക്ക് മീഡിയം ബിയറിഷ് ഇവിടെയും നമുക്കൊരു മിക്സഡ് ഒപ്പീനിയൻ കാണാം. ബിക്കോസ് മീഡിയം പ്രോ ഒക്കെ ഒരു നെഗറ്റീവിലേക്കും എന്നാൽ സ്ട്രോങ് ബിയറിഷിലേക്കും അല്ല, മറ്റേ FIs ആണെങ്കിൽ സ്ട്രോങ് ബുള്ളിഷിലേക്കും അല്ല. അവിടെ രണ്ടും ഒരു ന്യൂട്രലാണ്, രണ്ടും ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് പിടിച്ചേക്കുന്നതായി കാണാം. ക്ലയന്റ് ആണെങ്കിൽ മീഡിയം ബുള്ളിഷ് ആൻഡ് മൈൽഡ് ബുള്ളിഷിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു. സോ ഇനി നമുക്ക് FIസിന്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഇതിൽ കാണാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ സ്റ്റിൽ ഫ്യൂച്ചേഴ്സിൽ FI കോൾ ചേഞ്ച് വരുന്നേക്കുന്നത് ഇൻഡെക്സ് ഓപ്ഷൻസിൽ കോൾ ചേഞ്ച് വരുന്നേക്കുന്നത് -6,000 അത്രയേ ഉള്ളൂ. ദെൻ പുട്ട് ചേഞ്ച് വരുന്നേക്കാൻ -80 ആണ്. അത് കുറച്ചൊരു ബുള്ളിഷ് സൈനെ സൂചിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് കോൾ ചേഞ്ച് ചെറിയ രീതിയിലല്ലേ വരുന്നുള്ളൂ. ഓവറോൾ അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. ഇനി നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് തരുന്നുണ്ട്. 5,443 ഒരു ബൈയിങ്, അത് ചെറിയ രീതിയിലുള്ള ബൈയിങ് ആണ്. ഹെവി സെല്ലിങ്ങിന്റെ ഒരു ഫോൾ അവിടെ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. അവിടെയും വോളറ്റിലിറ്റി കീപ്പാണ്. ഇനി FIന്റെ OI ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കുമ്പോൾ OIൽ വരുന്നത് -72 ഒരു കോൾ ചേഞ്ച് ആണ്. ആൻഡ് പുട്ട് ബിൽഡിംഗ് വന്നേക്കുന്നത് 18 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഒരു ബിയറിഷ് ആണ്. മീൻസ് കോൾ അൺവൈൻഡിങ് വരുന്നു, പുട്ട് ബിൽഡ് ചെയ്യുന്നു. മീൻസ് അതൊരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക. അതോടൊപ്പം FI ഫ്യൂച്ചേഴ്സ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്, -74. ബട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് ദിവസം നോക്കുമ്പോൾ 1 ലാഖിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ചെറിയൊരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ബട്ട് നമുക്ക് കോൾ ആൻഡ് ഓപ്ഷൻസിലൊക്കെ വരുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് നമുക്ക് കോളിൽ വരുന്നത്. ഒരു മിക്സഡ് ഡാറ്റാസ് ആണ് വരുന്നത്. FAS വരുന്നത് 71 ക്രോറിന്റെ ബൈ സൈഡ് വന്നിട്ടുണ്ട്, DIS 2000 ക്രോർ. അപ്പോൾ ക്യാഷ് മാർക്കറ്റിൽ രണ്ടുപേരും ബൈ സൈഡിലേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ ഓവറോൾ നോക്കിയാൽ നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒക്കെ സ്റ്റിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു കൺസൾട്ടേഷൻ വിത്ത് ഒരു വോളറ്റാലിറ്റി. അപ്പോൾ എപ്പോഴും നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഇൻട്രാഡേ ലെവൽസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ഹയർ ടൈം ഫ്രെയിമിലുള്ള പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അവിടെ നല്ല കാൻഡിൽ ഫോർമേഷനൊക്കെ വന്നെയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ എടുക്കുക. അതല്ല എങ്കിൽ എപ്പോഴും അതിന് കൺഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഒരിക്കലും ആ കയറാണ്ടിരിക്കുക. എങ്ങനെ വേണമെങ്കിലും വോൾട്ടാലിറ്റി ഉള്ളത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ട്രേഡൊക്കെ ചേഞ്ച് ചെയ്യാം. മീൻസ് എങ്ങനെ വേണമെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒക്കെ പോവാം. അപ്പോൾ ഒരു ഓപ്ഷൻ ബയറിന് പെട്ടെന്ന് DK ഒക്കെ വരാനുള്ള ചാൻസസ് അധികമുണ്ട്. മീൻസ് എങ്ങനെ മാർക്കറ്റ് തിരിഞ്ഞാൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് DM ചെയ്തും ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്നും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.